ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെക്ടർ സ്പേസസിനകത്ത് സബ് സ്പേസസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സബ് സ്പേസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ആൻഡ് സബ് സ്പേസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് കൂടെ നോക്കും. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ സബ് സ്പേസസ്, നമ്മളൊരു വെക്ടർ സ്പേസ് വിനെ കൺസിഡർ ചെയ്യും. വി ഒരു നോൺ എം ടി സെറ്റാന്ന് പറഞ്ഞല്ലോ. ആ ഒരു നോൺ എം ടി സെറ്റിൻ്റെ സബ്സെറ്റിനെയാണ് നമ്മൾ ആ ഒരു വെക്ടർ സ്പേസിൻ്റെ സബ് സ്പേസസ് ആയിട്ട് പറയുന്നത്. അതായത് വി എന്ന് പറഞ്ഞ ഒരു വെക്ടർ സ്പേസിൻ്റെ സബ് സെറ്റാണ് ഡബ്ല്യു എന്ന് പറഞ്ഞ സബ് സ്പേസ്. നമ്മൾ സബ് സ്പേസിനെ നോർമലി ഡബ്ല്യു വെച്ചിട്ടാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ വി എന്ന് പറഞ്ഞ വെക്ടർ സ്പേസിൻ്റെ സബ് സ്പേസ് ആണെങ്കിൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ആ ഒരു വെക്ടർ സ്പേസ് വിൻ്റെ വെക്ടർ സ്പേസിൻ്റെ സെയിം അഡീഷൻ ഓപ്പറേഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷനും ഡബ്ല്യുവും സാറ്റിസ്ഫൈ ചെയ്യണം. സോ അതാണ് ഇവിടെ പറയുന്നത്. ടു പ്രൂവ് ഡബ്ല്യു ഇസ് എ സബ് സ്പേസ് ഇറ്റ് ഷുഡ് ഫോളോ ടു കണ്ടീഷൻ. ഫസ്റ്റ് വൺ, ക്ലോഷർ അണ്ടർ അഡീഷൻ ആയിരിക്കും. നമ്മൾ സബ് സ്പേസിലുള്ള രണ്ട് വെക്ടർ എടുത്തിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആ ഒരു സബ് സ്പേസിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന വെക്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ അതിനെ സബ് സ്പേസ് എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഓൾസോ ക്ലോഷർ അണ്ടർ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. നമ്മളൊരു വെക്ടർ എടുക്കുക, അതിനെ സ്കേലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും ആ ഒരു സബ് സ്പേസിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നതായിരിക്കണം. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ വെക്ടർ സ്പേസിൻ്റെ 10 പ്രോപ്പർട്ടീസ് നോക്കിയായിരുന്നു. ആ ഒരു 10 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സെറ്റിനെ വെക്ടർ സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് നമ്മൾ സബ് സ്പേസ് ചെയ്യുന്ന സമയത്ത് ആ 10 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ വെക്ടർ സ്പേസിൽ ഓൾറെഡി അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ വെക്ടർ സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ സബ് സ്പേസ് ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 കണ്ടീഷൻ മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓൾ 10 പ്രോപ്പർട്ടീസ് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ സബ് സ്പേസ് ആണെങ്കിൽ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറയുന്നത്. ആൻഡ് സബ് സ്പേസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. അതായത് നമ്മളൊരു വെക്ടർ സ്പേസിൻ്റെ അകത്ത് വെക്ടർ സ്പേസ് ഒരു നോൺ എം ടി സെറ്റാന്ന് പറഞ്ഞല്ലോ. ആ ഒരു എൻറ്റയർലി നോൺ എം ടി സെറ്റും സീറോയും ആർ ട്രിവിയൽ സബ് സ്പേസസ് ഓഫ് ദി വെക്ടർ വി. അതായത് നമ്മൾ നോർമലി സെറ്റിൻ്റെ ഒക്കെ സബ്സെറ്റ് എടുക്കുന്ന പോലെ തന്നെ ഏതൊരു സെറ്റിൻ്റെയും സബ്സെറ്റായിട്ട് നമുക്ക് ആ ഒരു സെറ്റും പിന്നെ സീറോയിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. സോ അതാണ് ഇവിടെ പറയുന്നത്. സോ നമുക്ക് സബ് സ്പേസ് എന്താണെന്ന് ഒരു എൻറ്റയർ ഐഡിയ കിട്ടി. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് 2-3 പ്രോബ്ലം ചെയ്ത് നോക്കാം. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ലെറ്റ് വി ബി ദി സെറ്റ് ഓഫ് ഓൾ എൻ ടപ്പിൾസ് x1 x2 x3 അപ് ടു xn r(n). അതായത് നമ്മൾ n ഡയമെൻഷണൽ റിയൽ വെക്ടർ സ്പേസ് ആണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. അതാണ് നമ്മുടെ വെക്ടർ സ്പേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വിത്ത് യൂഷ്വൽ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ചെക്ക് വെദർ ദി ഫോളോയിങ് ആർ സബ്സെറ്റ് ഓഫ് r(n). സോ നമുക്കിവിടെ കുറച്ച് സബ് സ്പേസസ് തന്നിട്ടുണ്ട്. യൂഷ്വൽ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് 2 കണ്ടീഷൻ തന്നിട്ടുണ്ടായിരുന്നു. ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡബ്ല്യു സബ് സ്പേസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത്. സോ ഇവിടെ നമ്മൾ വെക്ടർ സ്പേസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന x1 x2 x3 അപ് ടു xn അങ്ങനെ കോമായിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ സബ് സ്പേസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡബ്ല്യു നമ്മൾ x1 x2 x3 അപ് ടു xn. ഇവിടെ x1 ഓൾവേസ് 0 ആയിരിക്കും. അതായത് ഈ ഒരു വെക്ടറിൻ്റെ സബ് സ്പേസ് സബ്സെറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഡബ്ല്യുവിനെ തന്നിരിക്കുന്നത്. ബട്ട് ഒരു സ്പെസിഫിക് കണ്ടീഷനാണ് x1ന് 0 ആയിരിക്കണം, എപ്പോഴും 0 ആയിരിക്കണം. ആ ഒരു 0 ആയിട്ടുള്ള കേസസിലുള്ള വെക്ടേഴ്സിനെയാണ് നമ്മൾ ഈ ഒരു സബ് സ്പേസിൽ കൺസിഡർ ചെയ്യത്തുള്ളൂ. സോ നമ്മൾ ഇത് സബ് സ്പേസ് ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ക്ലോഷർ അണ്ടർ അഡീഷൻ ചെക്ക് ചെയ്യുക. സോ നമ്മൾ ഈ ഒരു സബ് സ്പേസിലുള്ള ഫസ്റ്റ് വെക്ടർ w1 കൺസിഡർ ചെയ്യുക. അതിന് x1ൽ 0 കൊടുക്കുക, ബാക്കി x2 x3 x4 അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് w2 നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ x1ന് 0 കൊടുക്കാം. ആൻഡ് നമ്മൾ x2 x3 നേരത്തെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ y2 y3 വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മളിവിടെ എക്സ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏത് ആൽഫബറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ y വെച്ച് യൂസ് ചെയ്തു. സോ നമ്മൾ ക്ലോഷർ അഡീഷൻ അപ്ലൈ ചെയ്യുക, w1 പ്ലസ് w2. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആണ്. സോ 0 പ്ലസ് 0 0 വരും. ആൻഡ് x2 പ്ലസ് y2 x3 പ്ലസ് y3 അങ്ങനെ വരും. സോ ഇത് ആഡ് ചെയ്തപ്പോൾ കിട്ടിയ വെക്ടറിൻ്റെ x1 പൊസിഷനിലും 0 ആണ്. സോ ഈ ഒരു വെക്ടർ സ്പേസ് w എന്ന് പറഞ്ഞ വെക്ടർ സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആൻസർ തന്നെയാണ് നമുക്ക് കിട്ടിയത്. സോ ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ എന്ന് പറയാം. സോ നെക്സ്റ്റ് നമുക്ക് ക്ലോഷർ അണ്ടർ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കാം. സോ നമ്മൾ സ്കേലാർ ഇൻറ്റു വെക്ടർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സബ് സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വെക്ടർ തന്നെ കിട്ടണം. സോ ഇവിടെ ആൽഫ നമ്മൾ എടുക്കുക. ആൽഫ നമ്മൾ വെക്ടറിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0ൻ്റെ കൂടെ ഏത് സ്കേലാർ മൾട്ടിപ്ലൈ ചെയ്താലും 0 തന്നെ കിട്ടുന്നത്. സോ x1ൻ്റെ പൊസിഷനിൽ അപ്പോഴും 0 ആണ്. സോ ഈ വെക്ടർ സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വെക്ടർ തന്നെയാണ് നമ്മൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴും കിട്ടുന്നത്. സോ ഇത് നമുക്ക് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. ഹെൻസ് നമുക്ക് ഇതിനൊരു സബ് സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ സബ് സ്പേസിൻ്റെ വേറൊരു കേസാണ് x1 x2 x3 അപ് ടു xn കൺസിഡർ ചെയ്യുക. ഇവിടെ x1 0 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 വാല്യൂസ് എല്ലാം പോസിബിൾ ആണ്. സോ ഇത് വെക്ടർ സ്പേസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുമെന്ന് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ക്ലോഷർ അണ്ടർ അഡീഷൻ ചെക്ക് ചെയ്യുക. w1 w2 നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ x1നെ കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് കൊടുക്കുക. സോ ഇനിഷ്യലി w1ന് നമുക്ക് ഫസ്റ്റ് പൊസിഷനിൽ x1ന് 0 കൊടുത്തു, കാരണം 0 ഓർ ഗ്രേറ്റർ വാല്യൂസ് എന്നല്ല പറഞ്ഞിരുന്നത്. സോ ഫസ്റ്റ് വെക്ടറിന് നമ്മൾ 0 കൊടുത്തു, ബാക്കിയെല്ലാം x2 x3 അങ്ങനെ തന്നെ കൊടുത്തു. ആൻഡ് w2ന് നമ്മൾ 0നെ കാട്ടി ഒരു ഗ്രേറ്റർ വാല്യൂ 3 കൊടുത്തു.
ആൻഡ് നമ്മൾ y2 y3 വെച്ചിട്ട് നമുക്ക് റെസ്റ്റ് ഓഫ് ദി എലമെൻറ്റ്സ് റെപ്രസെൻറ്റ് ചെയ്തു. സോ നമ്മൾ w1 + w2 ചെയ്യുമ്പോൾ 3x2 + y2 അങ്ങനെ കിട്ടും. സോ ഇവിടെ നമുക്ക് =0 അല്ലെങ്കിൽ >0 വാല്യൂ തന്നെയാണ് കിട്ടിയിരുന്നത്. സോ ഈ ഒരു വെക്ടർ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ വെക്ടർ നമ്മുടെ സബ്സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വെക്ടർ തന്നെയാണ്. സോ ഇതിനെ ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ എന്ന് പറയാം. നെക്സ്റ്റ് നമ്മൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കാം. സ്കേലാർ ഇൻറ്റു ആ വെക്ടർ ചെയ്യുമ്പോൾ നമ്മളിവിടെ ഈ w2 വെക്ടറിന് എടുക്കുക. കാരണം w1 നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത് നോക്കുക. 0ൻ്റെ കൂടെ എന്ത് സ്കേലാർ മൾട്ടിപ്ലൈ ചെയ്താലും 0 തന്നെ കിട്ടത്തുള്ളൂ. സോ ഈ w2 വെക്ടർ എടുക്കുക. സോ ഇവിടെ നമ്മൾ സ്കേലാർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ഇൻറ്റു സ്കേലാർ ആവും. റെസ്റ്റ് ഇവിടെ സ്കേലാർ അകത്തോട്ട് മൾട്ടിപ്ലൈ ആവും. സോ സ്കേലാർ y2 സ്കേലാർ y3 അങ്ങനെ വരും. സോ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സ്കേലാറിന് എന്ത് വാല്യൂസ് വേണമെങ്കിലും വരാം. സോ ഇവിടെ സ്കേലാറിന് നെഗറ്റീവ് വരികയാണെങ്കിൽ ഈ ഒരു പൊസിഷനിൽ x1ന് നെഗറ്റീവ് വാല്യൂ ആവും. നെഗറ്റീവ് വാല്യൂ നമ്മുടെ സബ്സ്പേസിന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല. കാരണം x1ന് വാല്യൂ =0 അല്ലെങ്കിൽ >0 വരാൻ മാത്രമേ പാടുള്ളൂ. സോ നമ്മൾ നെഗറ്റീവ് വാല്യൂ വരികയാണെങ്കിൽ അവിടെ ആ സബ്സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് നോട്ട് അണ്ടർ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. ഹെൻസ് നമ്മൾ ഡബ്ല്യുവിനെ വെക്ടർ സ്പേസ് വിൻ്റെ സബ്സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഒരു ഡബ്ല്യുവിൻ്റെ കേസാണ് x1 x2 x3 അപ് ടു xn. ഇവിടെ x1ന് 1 ഓൾവേസ് 1 ആണ്. സോ നമ്മൾ ക്ലോഷർ അണ്ടർ അഡീഷൻ അപ്ലൈ ചെയ്യുക. സോ w1നും നമ്മൾ x1ൽ 1 ആണ് ആൻഡ് x2 x3 വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ആൻഡ് w2ലും നമ്മൾ x1ന് 1 ആണ് ആൻഡ് y2 y3 വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. സോ w1 + w2 ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 1 + 1 2 കിട്ടും. സോ നമ്മുടെ കണ്ടീഷൻ എന്താ, സബ്സ്പേസിൻ്റെ കണ്ടീഷൻ എന്താ, x1 എപ്പോഴും 1 ആയിരിക്കും. സോ ഇവിടെ 1 അല്ല 2 ആയി. സോ ഈ ഒരു വെക്ടർ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ വെക്ടർ നമ്മുടെ വെക്ടർ സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യാത്ത വെക്ടറാണ്. സോ ഇറ്റ് ഈസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ എന്ന് പറയാം. ഹെൻസ് നമ്മൾ ഡബ്ല്യുവിനെ വെക്ടർ സ്പേസ് വിൻ്റെ സബ്സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് പോളിനോമിയലിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം നോക്കാം. ഇനി ലെറ്റ് വി ബി എ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് f(x) ഓഫ് ഡിഗ്രി <= n വിത്ത് യൂഷ്വൽ അഡീഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. ചെക്ക് വെദർ ദ ഫോളോയിങ് w സബ്സ്പേസ് എക്സിസ്റ്റ്. നമുക്ക് ഫോളോയിങ് ആയിട്ട് കുറച്ച് സബ്സ്പേസ് വരുന്നുണ്ട്. അത് ഈ ഒരു വെക്ടർ സ്പേസിൻ്റെ സബ്സ്പേസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുമോ ഇല്ലയെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ വെക്ടർ സ്പേസ് തന്നിരിക്കുന്ന പോളിനോമിയൽസ് സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് വിത്ത് ഡിഗ്രി n ആൻഡ് <n എന്നാണ് പറയുന്നത്. സോ നമ്മൾ പോളിനോമിയൽസ് എല്ലാ പോളിനോമിയലും നമ്മൾ കൺസിഡർ ചെയ്യുക. n ഡിഗ്രിയും n താഴെയുള്ള ഡിഗ്രിയുള്ള എല്ലാ പോളിനോമിയൽസും നമ്മൾ ഈ ഒരു വെക്ടർ സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് നമ്മുടെ സബ്സ്പേസസ് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സബ്സ്പേസ് സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി <n വിത്ത് f(0 = 1. അതായത് നമ്മൾ =n ഡിഗ്രിയുള്ള പോളിനോമിയൽസ് എല്ലാം കൺസിഡർ ചെയ്യുക. ബട്ട് അതിൻ്റെ ഇൻപുട്ട് എക്സിന് വാല്യൂ 0 ഇട്ട് കൊടുക്കുമ്പോൾ, ആ പോളിനോമിയൽസിന് വാല്യൂ 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 1 ആയിരിക്കണം. അങ്ങനത്തെ പോളിനോമിയൽസ് മാത്രം കൺസിഡർ ചെയ്യുക. ബട്ട് നമുക്ക് ഡിഗ്രി =n അല്ലെങ്കിൽ <n യൂസ് ചെയ്യാം. സോ നമ്മൾ ക്ലോഷർ അണ്ടർ അഡീഷൻ ആദ്യം ചെക്ക് ചെയ്യുക. സോ ഇവിടെ നമ്മൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക, f(x)ഉം g(x)ഉം. അതിൻ്റെ അകത്ത് f(x)ന് 0 കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 1 ആയിരിക്കും കിട്ടുന്നത്. ആൻഡ് g(x)ന് 0 കൊടുക്കുമ്പോൾ നമ്മൾ ഔട്ട്പുട്ട് 1 ആണ് കിട്ടുന്നത്. സോ ഇവിടെ എഫും ജിയും ഡിഗ്രി n അല്ലെങ്കിൽ <n വരുന്ന പോളിനോമിയൽ ഫംഗ്ഷൻസാണ്. സോ ഇവിടെ നമ്മൾ f+g ചെയ്യുമ്പോൾ f(0 + g(0), അതായത് 1 + 1 2 കിട്ടും. അതായത് നമ്മൾ ഈ സബ്സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന രണ്ട് വെക്ടറിനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വെക്ടറിൻ്റെ ഔട്ട്പുട്ട് 2 ആയിരിക്കും. സോ 2 ആയതുകൊണ്ട് തന്നെ ആ ഒരു സബ്സ്പേസിൽ ആ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ വെക്ടർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ എന്ന് പറയും. ഹെൻസ് നമ്മൾ ഡബ്ല്യുവിനെ വിൻ്റെ സബ്സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. സോ നെക്സ്റ്റ് w ആണ് സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി n. സോ ഇവിടെ സബ്സ്പേസ് ആയിട്ട് ഡിഗ്രി n ഉള്ള എല്ലാ പോളിനോമിയൽസും നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഇവിടെ നമുക്ക് ക്ലോഷർ ആൻഡ് അഡീഷൻ ചെക്ക് ചെയ്ത് നോക്കാം. സോ w1 നമ്മളൊരു പോളിനോമിയൽ എടുക്കാം. അവിടെ xn പ്ലസ് നമ്മൾ കോഎഫിഷ്യൻസ് a വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. ഫൈനലി നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് ഉണ്ടാവും, അതിന് an. ആൻഡ് w2 നമുക്ക് -x⁻n ആൻഡ് കോഎഫിഷ്യൻസ് നമുക്ക് b വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഫൈനലി നമുക്ക് ഒരു കോഎഫിഷ്യൻറ്റ് b(n) ഉണ്ടാവും. സോ ഇവിടെ നമ്മൾ മൈനസ് എടുത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ w1 + w2 ആഡ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടേണ്ട ഡിഗ്രി n തന്നെയായിരിക്കും. ബട്ട് ഇത് ആഡ് ചെയ്യുമ്പോൾ x⁻n -x⁻n ആവും. സോ x⁻n ക്യാൻസൽ ആയി പോകും. സോ നമ്മൾ കിട്ടുന്ന ആൻസർ x⁻n-1 ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയലായിരിക്കും. സോ അത് നമ്മുടെ സബ്സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യാത്ത വെക്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇറ്റ് ഈസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ എന്ന് പറയും. ഹെൻസ് നമ്മൾ ഡബ്ല്യുവിനെ ബിൻ്റെ സബ്സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതാണ് നെക്സ്റ്റ് പ്രോബ്ലം. നമ്മൾ മെട്രിക്സിനെ ബേസ് ചെയ്തിട്ട് ഒരു സബ്സ്പേസ് പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. സോ ഇവിടെ നമുക്ക് വെക്ടർ സ്പേസ് 2x2 മെട്രിക്സ് ആണ്. സെറ്റ് ഓഫ് ഓൾ 2x2 മെട്രിക്സ് ആണ്. ആൻഡ് നമ്മുടെ സബ്സ്പേസ് 10 a12 a22 ഫോർമാറ്റിൽ വരുന്ന എല്ലാ മെട്രിക്സുമാണ് നമ്മുടെ സബ്സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഇത് നമ്മൾ സബ്സ്പേസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ ക്ലോഷർ ആൻഡ് അഡീഷൻ ചെക്ക് ചെയ്യാം. സോ നമ്മൾ w1 കൺസിഡർ ചെയ്യുക, w2 കൺസിഡർ ചെയ്യുക. കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ 1ഉം 0 ആയിരിക്കണം. ആൻഡ് ഇവിടെ രണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. കോൺസ്റ്റൻ്റ് നമ്മൾ a വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു ഫസ്റ്റിൽ, ആൻഡ് സെക്കൻഡിൽ നമ്മൾ b വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. സോ നമ്മൾ w1 + w2 ചെയ്യുമ്പോൾ
ഇവിടെ 1 + 1 2 ആവും. സോ 2 0 ആൻഡ് ഇവിടെ എ ബി ആഡ് ആവും. സോ ഇവിടെ 2 ആകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വെക്റ്റർ സ്പേസിൻ്റെ കണ്ടീഷൻ എന്താ, ഇവിടെ 1 ആയിരിക്കണം. ബട്ട് നമുക്കിപ്പോൾ ആഡ് ചെയ്യപ്പോൾ കിട്ടിയ വെക്റ്റർ നമ്മുടെ സബ് സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യാത്ത വെക്റ്ററാണ്. സോ ഇറ്റ് ഈസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ വെക്റ്റർ അഡീഷൻ എന്ന് പറയാം. ഹെൻസ് നമ്മൾ ഡബ്ല്യുവിനെ വിൻ്റെ സബ് സ്പേസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്ന് പറയാം. സോ ഇങ്ങനെയാണ് സബ് സ്പേസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പുതിയൊരു കോൺസെപ്റ്റ് നോക്കാം. താങ്ക് യു.